ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഒരു കിഡ്ലൻ ഡീസൽ സെന്നെ നല്ല വണ്ടി കേട്ടോ. അലോയ്ക്ക് അഡീഷണൽ ചെയ്തിട്ട് കിഡ്ലൻ വണ്ടിയില്ല. ഇതെങ്ങനെയായിരുന്നു ചോദ്യം? ഇതൊരു 3.35 നമുക്ക് കൊടുക്കുക. 2.15 2 രൂപന്റെ ലെവലിൽ ഫൈനൽ കിട്ടാൻ നമുക്ക് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ഫുൾ ആണ്. 4.60 കിട്ടിയാ കൊടുക്കാം. 4.60 ചെറിയ പൈസ. ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി കൊണ്ടുപോട്ടെ അല്ലേ? ലോണോ? ലോൺ നമുക്കൊരു 3.5 രൂപ എന്തായാലും ചെയ്തു. എന്തായാലും 10-80 രൂപയ്ക്ക് സുഖം. 2.15 3 രൂപ എടുത്തില്ല. ആ ലോൺ മാക്സിമം കയറ്റി കൊടുക്കാം. ഓട്ടോമാറ്റിക് അത് വില ഉള്ള വണ്ടിയില്ല. 2 രൂപ 2.65 ഫൈനൽ നമ്മളെ കൈ. അപ്പൊ ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ളവർക്ക് ഉണ്ടാവും നല്ലൊരു ഡീസൽ വണ്ടി. ലോൺ ഇത് മാക്സിമം ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റൂല. ചെറിയ ബഡ്ജറ്റില് നല്ല ഡീസൽ വാഹനങ്ങള്, ചെറിയ ചെറിയ ഓൾട്ടോ, സെന്ന്, അതേപോലെ തന്നെ നമുക്ക് i20 റിഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഇതാണോ നമ്മൾ വീണ്ടും ഒരു അടിപൊളി പാർട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതാണ് ചെറിയ ബഡ്ജറ്റിലുള്ള സ്വിഫ്റ്റ് ഉണ്ട്, റിഡ്സ് ഉണ്ട്, നാനോ ഉണ്ട്, വാഗ്നറുകൾ, ഇനോവ. അപ്പൊ നമുക്ക് ചോദിച്ചിട്ട് പുതിയൊരു ലൊക്കേഷൻ പറഞ്ഞാണ് നിങ്ങൾ. ഇത് നേരെ കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണ്, ബൈപ്പാസ് ആണ്. കാവുങ്ങൽ ടു മുണ്ടറമ്പിന്റെ ഇടയിലാണ്. മലപ്പുറം ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. 1.5-2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഡീസൽ വാഹനങ്ങൾ, 7 സീറ്ററുകളൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു പാർട്ട് തന്നെ. സിയാസ് ഇതൊരു കിടക്കാച്ചി കളർ അല്ലേ? നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അല്ലേ? മറ്റേ ഡീസൽ ആയിരുന്നു. ഇത് ഡീസൽ അത് പെട്രോളോ? ഇത് പെട്രോൾ VXA ആണ്. VXA എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡല്. 2018 മോഡൽ അല്ലേ? ഓ, റിയറിൽ AC വെന്റ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ. ഓൺഷിപ്പ് 2ാമത്തെ ഓൺഷിപ്പ് ആണ്. അപ്പൊ ഇത് കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ അല്ല കിഡ്ലൻ ഫാൻസി നമ്പർ. നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഒരു 5 രൂപയുടെ ഫൈനലിറ്റി കൊടുക്കാം. ഏകദേശം ലോൺ എത്ര? ലോൺ ഇത് മാക്സിമം ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റൂല. പെട്രോൾ VXA പ്ലസ് ആട്ടോ. VXA പ്ലസ് അല്ലേ? വീണ്ടും നമുക്ക് ഡീസലില് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? 22 രജിസ്ട്രേഷൻ, നല്ല 4.3 നല്ല ഫാൻസി നമ്പർ, VDI ആണ്, AC പോസ്റ്ററിംഗ്, ഫോർഡോ പവർ വിൻഡോ, ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടി. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. AC പോസ്റ്ററിംഗ്, ഫോർഡോ പവർ വിൻഡോ, കമ്പനി മ്യൂസിക്, വീഡിയോ ഓപ്ഷൻ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? 2013 ആണ്. 2013 അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.25. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓണറിലാണ്. സിംഗിൾ ഓൺഷിപ്പ്. ഇത്ര ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ വണ്ടി, 2013. എത്ര വർഷമൊക്കെ ചോദിക്കണം? ഇത് 3.55 കിട്ടിയ ചെറിയൊരു പൈസക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. 3 ലക്ഷം വരെ ലോണും കയറും. 3.25 വരെ ചിലപ്പോൾ കയറും. അപ്പൊ ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ളവർക്ക് ഉണ്ടാവും നല്ലൊരു ഡീസൽ വണ്ടി. അത്യാവശ്യം ലോങ്ങിൽ ഒരു 20-18 മൈലേജ്. അടുത്ത നമുക്ക് സണ്ണി, വീണ്ടും എക്സൽ അല്ലെ? ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള വണ്ടി. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വണ്ടിയാണ്. അതേപോലെ നല്ല സ്പേഷ്യസ് ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യം? 2013 ആണ് മോഡൽ. 2013 ഒറിജിനൽ കേരള ആണത്? ഒറിജിനൽ കേരള. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിട്ട് 1.15 1.20 ആണ്. ഫുൾ കമ്പനി സർവീസ് ഒക്കെ അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അപ്പൊ സണ്ണി എക്സല് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 3.15 3.20 കൊടുക്കാം. ലോൺ നമുക്ക് ഫൈനലായി കിട്ടാൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതിന് 2 രൂപ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം. അടുത്ത തവണ ഒരു ഐറ്റൺ അല്ലേ? സ്പോർട്സ് ആണ്. 1.2 കാപ്പ അല്ലത് തന്നെ. അതും നമുക്ക് റിയൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നത്. അന്നത്തെ ഫുൾ ലോഡ് ആണോ അല്ലേ? സ്പോർട്സ് ആയിരുന്നു ഫുൾ ലോഡ് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവലോ? മാനുവൽ അല്ലേ? അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. പാർവിന്റെ റിയർ വൈപ്പർ അല്ല, നീറ്റ് ആൻഡ് കാപ്പ 2 വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2013 ആണ് മോഡൽ. 13 അല്ലേ? കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 67-80 ഓടിയിട്ടുള്ളൂ അല്ലേ? എത്ര നമ്മളെ ചോദ്യം? ഇത് നമുക്കൊരു 2.65 കിട്ടിയാ കൊടുക്കാം. 2.65. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതുപോലെ 1.5 2 രൂപയുടെ ഉള്ളിലായിട്ട് ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്ത നമ്മൾ വാഗ്നർ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ തലവരെയും പോവാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2012 ആണ്. 2012 കേൾട്ടർ രജിസ്ട്രേഷൻ അല്ലേ? ഓ, ടയറൊക്കെ നോക്കി നിങ്ങൾ സിയറ്റിന് നല്ല പുതുപുത്തൻ ടയർ. 4 ടയറും പുതിയതാണ്. അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. LCD സ്ക്രീൻ, ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം ഉണ്ട്. നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ. നല്ല എഞ്ചിനാണ്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പിലായിട്ട് നിൽക്കുന്നത്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 2.65 ഫൈനൽ നമ്മളെ കൈ കിട്ടുകയാണെങ്കിൽ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതൊരു 2 രൂപന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്ത തവണ അതിന്റെ ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡൽ, അതും വൈറ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2015 ആണ് മോഡൽ. 2015 കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിരിക്കുന്നത് 50-60 ടയർ നോക്കി പുതുപുത്തൻ ടയേഴ്സ് 60 സംതിങ് അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് 2ാമത്തെ. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. ഒരു വർക്കും ചെയ്യിക്കാനില്ല. ഓടിച്ചാൽ മതി. എത്ര നമ്മൾ ചോദിക്കുന്നത്? 2015 നമുക്ക് 3.15 കിട്ടിയ കൊടുക്കാം. 3.15. ചെറിയ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 2 രൂപ
എന്തായാലും ഗ്യാരണ്ടി ചെയ്യാനും പറ്റൂല. അടുത്ത അതിന്റെ ഒരു റെഡ് അല്ലേ? ഇത് KL 18 രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡൽ? 2018 18 അല്ലേ? ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി, ഓട്ടോമാറ്റിക്. അപ്പൊ ഇനി വാഗണർ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ല കിട്ടുന്ന ഓട്ടോമാറ്റിക്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഫുൾ ലോഡ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓൺഷിപ്പ് രണ്ടാമത്തെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? സിംഗിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഒന്ന് നോക്കണം. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 380 380 അല്ലേ? നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 3 രൂപ അടുത്ത് 3 രൂപ അടുത്ത് തന്നെ വരും. അടുത്ത് വീണ്ടും ഒരു വാഗണർ. അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2010 BX, നല്ല മെക്കാനിക്കൽ വണ്ടികളൊക്കെ, എഞ്ചിൻ ഗ്യാരണ്ടി നോക്കിയിട്ടാണ് വണ്ടി എടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 2.25 രൂപ കിട്ടിയാൽ കൊടുക്കാം. 2.25 ഫുൾ ലോഡ് വണ്ടി അല്ലേ? അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 5-6 കൊല്ലം ഇനി നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. ചെയ്യാനുള്ളൂ. അടുത്ത അതിന്റെ ഒരു വൈറ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? ഇത് 2010 തന്നെയാണ്. 2010 തന്നെയാണ് അല്ലേ? അന്നത്തെ ഫുൾ ലോഡ് വണ്ടി. അന്ന് അല്ല, ഇത് LX ആണ്. AC പോസ്റ്ററിംഗ് 2 ഡോർ പവർ വിൻഡോ അല്ലേ? ഇത് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടിലനാണ്. എത്ര നമ്മളെ ചോദ്യം? 2.15 കിട്ടിയാൽ നമുക്ക് ഇത് കൊടുക്കാം. 2.15 അല്ലേ? ഏകദേശം 10-50 രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത തവണ നാനോ ടിസ്റ്റ് അല്ലേ? നമുക്ക് ഡിക്ക് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി. അപ്പൊ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് നല്ല കിടിലൻ വണ്ടി. 4 ടയറും അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല കിടിലൻ ഇന്റീരിയർ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2017-18 റേസിലുള്ള വണ്ടി. 17-18 ഓട്ടോമാറ്റിക് വണ്ടി ടിസ്റ്റ് അല്ലേ? നല്ല മൈലേജ്, അതും ഓട്ടോമാറ്റിക്കലി അല്ലേ? എത്ര കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 63,000 കിലോമീറ്റർ. 63,000 കിലോമീറ്റർ. എത്ര നമ്മളെ ചോദ്യം? ഇത് നമുക്കൊരു 1.95 കിട്ടിയാൽ കൊടുക്കാൻ പറ്റില്ല. ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ലോൺ മാക്സിമം കയറ്റി കൊടുക്കാം. ഓട്ടോമാറ്റിക് അല്ല, ഇത് വില ഉള്ള വണ്ടിയില്ല. അതാണ് സെലേറിയ. ഇത് ഓട്ടോമാറ്റിക് ആണ്. 2005 ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ലോഡ് നമുക്ക് ഇതാണ്. വീണ്ടും ZX ഏറ്റവും ഫുൾ ലോഡ്. റിയറിൽ വൈപ്പർ കാര്യങ്ങള്, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഏറ്റവും ഫുൾ ലോഡ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയർ വൈപ്പർ, നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അതും ഓട്ടോമാറ്റിക്കലി. ഗിയർ മോൾഡ് കൺട്രോൾസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വണ്ടിയില്ല. പക്ഷേ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2016 ആണ്. ZX 2016 ZX. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് രണ്ടാമത്തെ ഓണർ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിരിക്കുന്നത് 70,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3.95 കിട്ടിയാൽ കൊടുക്കാം. 3.95 അല്ലേ? ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. ചെറിയൊരു ഓട്ടോമാറ്റിക്. ലോൺ ഏകദേശം എത്ര ചെയ്യാൻ പറ്റും? ഒരു 3 രൂപ എന്തായാലും ഗ്യാരണ്ടി കൊടുക്കാം. 3-3.25 വരെ ചിലപ്പോൾ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് i20 ആസ്റ്റ ഏറ്റവും ടോപ്പ് എൻഡ്, അതും വൈറ്റില് ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വണ്ടിയില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, റിയറിൽ AC വെന്റ്, നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2016 ആണ് വരുന്നത്. 2016 ഏറ്റവും ഫുൾ ലോഡ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് രണ്ടാമത്തെ ഓണർ അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1ന്റെ ഉള്ളിലേക്ക് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം ഫിറ്റിംഗ്സും സ്കേറ്റിംഗും എല്ലാം വന്നിട്ടുണ്ട്. കുറെ വണ്ടികളുണ്ടാവുമ്പോൾ നമുക്ക് ശ്രദ്ധയിൽ നിൽക്കാത്തോണ്ടോ. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 5.85 കിട്ടിയാൽ കൊടുക്കാം. 5.85 അല്ലേ? ലോൺ ഏകദേശം എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ലോൺ ഇതുവരെ 4 രൂപ അടുത്തൊക്കെ എന്തെങ്കിലും ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്ത മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു കിടിലൻ സെഡാണ്. ഹോണ്ടന്റെ സിറ്റി, മെയിൻ്റെനൻസ് കുറവ്, ലോങ്ങിൽ 24 വരെ നമുക്ക് കണ്ണും പൂട്ടി കിട്ടുന്ന പറയാൻ പറ്റുന്ന വണ്ടി. വണ്ടി സിറ്റി ആണോ? അല്ല, നമ്മള് ജാസ് ആണ്. ജാസിന് സെയിം എഞ്ചിനാണ്, സെയിം മൈലേജ് നമുക്ക് ഇതിനും പ്രതീക്ഷിക്കാം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡലാണ്. 2014 അല്ലെ? ആണ്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങള്, ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഒക്കെ? ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് വരുന്നത് 2-3 ഓണർഷിപ്പാണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നല്ല വണ്ടിയാണ്. നിലവിൽ ഓട്ടം എത്രയാണ് കാണിക്കുന്നത്? ഓട്ടം 1 സംതിങ്ങിന്റെ ആണ്. കറക്റ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ടയോട്ടനെ പോലെ തന്നെ വല്ലാണ്ട് നമുക്ക് പണിയൊന്നും വരൂല. അത്യാവശ്യം നല്ല മൈലേജും. ടയോട്ടയും ഹോണ്ടക്കാരനെ വേറെ വൈബല്ലേ, നമുക്ക് വേറെ വൈബിൽ തന്നെ കൊണ്ടുവരാം. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4.60 കിട്ടിയാൽ കൊടുക്കാം. 4.60 ചെറിയ പൈസ. ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി. കൊണ്ടുപോട്ടെ അല്ലേ? ലോണോ? ലോൺ നമുക്കൊരു 3.5 രൂപ എന്തായാലും ചെയ്തു. എന്തായാലും 10-80 രൂപയ്ക്ക് സുഖം. അതുകൊണ്ട് അമേസ് പെട്രോൾ വണ്ടി മെയിൻ്റെനൻസ് ഇല്ല എന്ന് തന്നെ പറയാം. കറക്റ്റ് ഓയിലും സർവീസും ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന പെട്രോൾ അടിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടെൻഷൻ ഇല്ല കൊണ്ടുവരാൻ പറ്റുന്ന വണ്ടി. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നിങ്ങൾ നല്ല കിഡിക്കാച്ച് ഇന്റീരിയർ. പുതിയ വണ്ടി 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാലോ. കിടിലൻ വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര നമ്മള് മോഡല് കാര്യങ്ങളൊക്കെ? 2021 ആണ്. 21. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഒരു 12,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ട് സിംഗിൾ ഓണറിൽ ഫുൾ കട്ടർ. ഈ 12,000 ഓടി ടയർ കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. എത്ര ചോദ്യം?
ഇത് നമുക്കൊരു 7,20,000 മാറ്റം വരുത്തി കൊടുക്കും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ആ മാക്സിമം ഫുൾ ഓൺ മാക്സിമം ഫുൾ ഓൺ ചെയ്യാം അല്ലെ. അടുത്ത തവണ വീണ്ടും നമ്മൾ റിഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. റിഡ്സ് ഡീസൽ അത് പെട്രോളോ? ഇത് ഡീസൽ അല്ലേ? ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2009-10 രജിസ്റ്റർ വണ്ടി. 2009-10 രജിസ്റ്റർ അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് വീഡിയോ ആണ് അല്ലേ? പവറിന്റെ കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2.15 2 റുപ്യന്റെ ലെവലിൽ ഫൈനൽ കിട്ടാൻ നമുക്ക് കൊടുക്കാം. ലോണൊക്കെ ചെറുതായിട്ട് ചെയ്തുകൂടെ? ചെറിയ എന്തെങ്കിലും ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? അതാണ് ഡീസൽ സ്വിഫ്റ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ നല്ല വണ്ടി കേട്ടോ. അലോയ്ക്ക് അഡീഷണൽ ചെയ്തിട്ട് കിഡ്ലം വണ്ടി അല്ലേ? ഇതെങ്ങനെയായിരുന്നു ചോദ്യം? ഇതൊരു 3.35 നമുക്ക് കൊടുക്കാം. മോഡല് കാര്യങ്ങള് ഇത് 2012 വീഡിയോ ഓപ്ഷൻ. 2012 വീഡിയോ അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.30 ജെനുവിൻ കിലോമീറ്റർ ആണ്. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മള് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ലോണ് ഒരു 2.5 റുപ്യ ചെയ്ത് കൊടുക്കാം. ഒരു 70-80 രൂപ സുഖമായിട്ട്. അടുത്താണ് വീണ്ടും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഡീസൽ റിഡ്സ് ന്യൂ മോഡൽ K60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡലാണ്. 14 മോഡല്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ഓൺഷിപ്പിലുള്ള വണ്ടി. കിലോമീറ്റർ 1.20. സർവീസ് ഒക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി നിങ്ങൾ നല്ല കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു കിഡ്ലം വണ്ടി. എത്ര നമ്മളെ ചോദ്യം? ഇത് നമുക്ക് 3.5 റുപ്യ കൊടുക്കാം. 3 റുപ്യ അല്ലെ? ഏകദേശം 10-70 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 2 റുപ്യ എന്തായാലും ചെയ്യാനും പറ്റൂല. അടുത്ത i20 ഫ്ലൂയിഡിക് മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുള്ളോട് അത് ഫ്ലൂയിഡിക് അത് ഡീസൽ അല്ല വണ്ടി? ഡീസൽ ഓപ്ഷൻ. നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്, നല്ല സ്പേസസ് ആയ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2013 വണ്ടിയാ. 13 അല്ലേ? ഇതൊക്കെ നോക്കി നിങ്ങള് ഒന്നും നോക്കണ്ട. ഏറ്റവും ഫുള്ളോട് പുഷ് ബട്ടൺ വരെ വരുന്ന വണ്ടി. ആ ഒരു സമയത്ത് ഇമ്മാരി ഫെസിലിറ്റി ഉള്ള ഈ റേഞ്ചിലെ വണ്ടി ഇല്ലായിരുന്നു. ഇതെങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങൾ? ഇത് ഓൺഷിപ്പ് സിംഗിളോ രണ്ടാമത്തേക്ക് മറികണോണ്ടാവും. രണ്ടാമത്തെ ആയിരിക്കും. കിലോമീറ്റർ എങ്ങനെ? കിലോമീറ്റർ 1.10 1.15 എഞ്ചിൻ മെക്കാനിക്കൽ പക്ക നല്ല എഞ്ചിൻ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യ നല്ല സൗകര്യം ഉണ്ടാവും. ലോൺ ചെയ്ത് 2 റുപ്യന്റെ മേലെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ? അടുത്ത വീണ്ടും ഒരു റിഡ്സ്. ഇത് ഡീസൽ അതോ പെട്രോളോ? അത് ഡീസൽ LDA കൺവേർട്ടർ വീഡിയോ ആക്കിയോ? കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2012 മോഡൽ 13 രജിസ്റ്റർ വണ്ടി. ആക്സിഡന്റ് ക്ലെയിം മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഫോട്ടോ പവറിന്റെ ഒക്കെ കയറ്റിയാട്ടോ. എല്ലാം ചെയ്തിട്ടുണ്ട്. കൺവേർട്ടഡ് ആണ്. നല്ല എഞ്ചിനാണോ, സൂപ്പർ എഞ്ചിൻ. എത്ര നമ്മൾ ചോദിക്കണത്? ഇത് നമുക്കൊരു 2.65 ചോദിക്കണ്ടേ. ചെറിയ മാറ്റം വരുത്തിട്ട് നമുക്ക് ഇതും കൊടുക്കാം. 2.65 അല്ലെ? ചെറിയ മാറ്റത്തില് 10-70 രൂപ സുഖമായിട്ട്. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഒരു കിടലൻ ഡീസൽ സെന്നെ അല്ലെ? DA ആണ് വരുന്നത് അല്ലെ? AC പോസ്റ്ററിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2005 മോഡൽ. 2005 മോഡല്. ഇന്ത്യയിലൊക്കെ നല്ല ഗിടുവാണ് അല്ലെ? മൈലേജില് രാജാവാണ്. ഒന്നും നോക്കണ്ട അല്ലെ? കറക്റ്റ് ഇങ്ങനെ സർവീസ് കൊണ്ടുവന്നാലേ അടിപൊളി വണ്ടിയാണ് അല്ലെ? അത് ഷൾട്ടറൊക്കെ ചെയ്താൽ നമുക്ക് കിടക്കാച്ചേരി കൊണ്ടുപോകാം. 4 വീലിട്ട് കൊടുത്താൽ മതി. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 80 രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കും. 80 രൂപ ഫൈനൽ കിട്ടിയ ഡീസൽ വണ്ടിയാണ്. DI ആണ് അല്ലെ? അടുത്ത തവണ ഒരു ഓൾട്ടോ 800 കൂടി അല്ലെ? കിട്ടുന്ന ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018. 2018. ഓൺഷിപ്പ് ഇത് 70,000 കിലോമീറ്റർ ഓടിയ. ഓൺഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ്. രണ്ടാമത്തെ ഓണർ 70,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ഒരു തട്ടുമുട്ട്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്കൊരു 2.85 ചോദിക്കുന്നുണ്ട്. ചെറിയൊരു അണക്കെന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം ലോണൊക്കെ എത്ര? ലോൺ 2.5 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു മയക്കുള്ള ഒരു സാധ്യത ഈ ചൂടുകാലത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അർഷാക്കാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ റിയൽ ചോയ്സിലെ പുതിയൊരു യാർഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല കളക്ഷൻസ് മാക്സിമം നമുക്ക് ചെറിയ റേഞ്ചിലുള്ള അടിപൊളി വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് 10-15 വണ്ടിക്ക് ഇപ്പൊ തന്നെ കയറാനുണ്ട്. അപ്പൊ നമ്മൾ നമ്പർ കാര്യങ്ങൾക്കും വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാം. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് അർഷദ് സൈനിങ് ഓഫ്.